പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 2455 ദിവസങ്ങൾ പൂർത്തീകരിക്കുന്ന ഇന്ന് രാത്രിയിലും ലോകത്തിന് വിവിധ രാജ്യങ്ങളിലും അനേക പ്രിയപ്പെട്ടവർ ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും നമ്മോടുകൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. യേശുവിനെ ആരാധിക്കുവാൻ, അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ നൽകിയല്ലോ. തീർച്ചയായിട്ടും ഇന്ന് രാത്രിയിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരുണ്ട്, കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ലാത്തവരുണ്ട്, സമാധാനമില്ലാത്തവരുണ്ട്. ഇന്ന് രാത്രികാലം ആ കരങ്ങളെ ദൈവത്തിൽ ഉയർത്തി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലെ കർത്താവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടെ ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിലും കർത്താവ് അങ്ങ് അത്ഭുത മന്ത്രിയാണല്ലോ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. അതിശയങ്ങളുടെ കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഓരോ വ്യക്തിക്ക് വേണ്ടി, ഓരോ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, നിന്റെ സാന്നിധ്യത്താൽ അങ്ങ് സകലരെയും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ രാത്രി അത്ഭുതമായ വിടുതലുകൾ ഓരോരുത്തരും ജീവിതത്തിന്മേൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വീണ്ടും കർത്താവ് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അങ്ങയുടെ കൃപയും സാന്നിധ്യവും ശക്തിയും ഞങ്ങളുടെ മേൽ പകർന്നു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ ഇന്ന് രാത്രിയിൽ അങ്ങ് തൊട്ട് സൗഖ്യമാക്കട്ടെ. ഈ നിമിഷത്തിൽ തന്നെ അങ്ങയുടെ സൗഖ്യത്താൽ ഓരോരുത്തരും നിറയപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ രാത്രി ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് പ്രൈം കേരള കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അഭിനന്ദിക്കുമ്പോൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് മുതൽ ജീവിതത്തിൽ എണ്ണി പറയുവാൻ പറ്റാത്ത അനുഗ്രഹങ്ങളാൽ യേശു ഞങ്ങളെ നിറയ്ക്കുന്നു. ബ്രദറിൻ്റെ കുടുംബത്തിലെ പ്രയാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. മേനകയാണ് ഇത് നമ്മെ വാട്സാപ്പിലൂടെ 5/11/2020 അറിയിച്ചിരിക്കുന്നത്. ഓവറിയിൽ മരുമകൾക്ക് മുഴ, അതിൻ്റെ പ്രയാസങ്ങൾ തുടങ്ങിയിട്ട് നാളുകളായി, ചികിത്സകളിലൂടെ പോകുകയായിരുന്നു. അവസാനം ഡോക്ടേഴ്സ് എത്തിച്ചേർന്നത് ഓപ്പറേഷനാണ്. ബ്രെയിൻ കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ആ മുഴ മാറി. ഇപ്പോൾ വന്ന സ്കാൻ റിപ്പോർട്ടിൽ ആ മുഴ അവിടെ ഇല്ല. ഇത് ശ്യാമളയാണ്. കണ്ണൂരിൽ നിന്ന് നമ്മളെ 5/11/2020 അറിയിച്ചിരിക്കുന്നത്. കാലിത്തീറ്റയുടെ ബിസിനസ്സാണ് ഇന്ന്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിസിനസ് വളരെ പ്രയാസം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ബ്രെയിൻ കേരളയിൽ പ്രാർത്ഥന സഹായം തേടിയത്. 5/11/2020 അവർ നമ്മെ വിളിച്ചറിയിച്ചിരിക്കുന്നത്. ഇന്ന് 45 ചാക്ക് കാലിത്തീറ്റ വിൽക്കുവാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. ഹാർട്ടിൻ്റെ പ്രയാസത്തെ തുടർന്ന് ICUലായിരുന്ന വേളയിൽ ബ്രെയിൻ കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചത് 5/11/2020 അവർ അറിയിച്ചിരിക്കുന്നത്. ആ പിതാവിന് ബ്ലഡ് യൂറിൽ കൂടെ പോകുന്ന സിറ്റുവേഷനിലായിരുന്നു. ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ വന്നു പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് തങ്കമണിയാണ് അറിയിക്കുന്നത്. മകൾക്ക് മാറിലൊരു മുഴയുണ്ടായിരുന്നു. ഓപ്പറേഷൻ വേണ്ടി ഡോക്ടേഴ്സ് അറിയിച്ചു. ഓപ്പറേഷൻ, പക്ഷേ ആ സന്ദർഭത്തിൽ പ്രൈം കെയറിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ഇന്നലെ 6/11/2020 അവർ അറിയിക്കുന്നത്, ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ മുഴ അവിടെ ഇല്ല. പ്രാർത്ഥിച്ച് എല്ലാവർക്കും പ്രവർത്തിച്ച കർത്താവിന് നന്ദി പറയുന്നു. വീട്ടിൽ വർഷങ്ങളായിട്ട് ഉറുമ്പിൻ്റെ ശല്യമാണ്. മരുന്ന് ഉപയോഗിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത ഒരു സാഹചര്യം. ഇത് മിസ്റ്റർ അജുവാണ് നമ്മൾക്ക് അറിയിച്ചിരിക്കുന്നത്. അല്പം വെള്ളം പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് വീടിൻ്റെ അകത്തും പുറത്തുമൊക്കെ തളിച്ചു. എത്ര DDT ഇട്ടിട്ടും ഒരു മാറ്റവുമില്ല. DDTയെക്കുറിച്ച് നമുക്കറിയാം, അത് നിരോധിച്ചിരിക്കുന്ന ഒരു മരുന്നാണ് താനും. എന്നിട്ടും അത് പക്ഷെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. അത് ഉപയോഗിച്ചിട്ടും ഒരു മാർഗവും ഇല്ലാതിരുന്ന സ്ഥിതിയില്ല. അല്പം വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് വീടിൻ്റെ അകത്തും പുറത്തും തളിച്ചു. ആ ഉറുമ്പ് അന്ന് പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. മകന് വീസ കാനഡയിലേക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം തേടിയിരുന്നു. ഫ്രൈങ്കറിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. മകനത് ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാവരോടും മിസ്സസ് വത്സമ്മ വാട്സാപ്പിലൂടെ നന്ദിയും സ്നേഹവും അറിയിച്ചിട്ടുണ്ട്. ഇത് ആസ്മ നിമിത്തം മകള് ചുമയും നിമിത്തം വിഷമിക്കുകയായിരുന്നു. ഫ്രൈങ്കറിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ സൗഖ്യം മകൾക്ക് ലഭിച്ചു എന്ന് സുമി അറിയിച്ചിരിക്കുന്നു. ബ്രദർ ജയിലിൽ ആയിരുന്ന വേളയിൽ പ്രൈം കേരളയിൽ ജാമ്യം പോലും കിട്ടാതെ വിഷമിക്കുമ്പോഴാണ് പ്രൈം കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചത്. അത് ലഭിച്ചു. പ്രാർത്ഥിച്ചതിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ മകന് ആക്സിഡൻറ്റ് പറ്റി മെഡിക്കൽ കോളേജിൽ ആയിരിക്കുന്ന വേളയിൽ പ്രൈം കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ച് സൗഖ്യത്തോടെ ഭവനത്തിൽ വന്നു. പ്രാർത്ഥിച്ച് എല്ലാവർക്കും 5/11/2020
2020 അവർ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വിവിധ വിഷമങ്ങളിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തിക്കും എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഒരു വിടുതൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വീതിച്ചെടുത്തോ, കിട്ടുന്നത് കൊണ്ടൊക്കെ നിങ്ങൾ ജീവിച്ചോ എന്ന് പറയുന്ന ഒരു കർത്താവിനെ അല്ല യേശുവിൽ നാം കാണുന്നത്. അവരവർക്ക് അവരവരുടെ സ്ഥിതി അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. ആ യേശുവിൽ ഇന്ന് രാത്രി നമുക്ക് ഉറക്കം പറയാം, എൻ്റെ യേശു ആശ്രയമാണ്. ഭവനത്തിൽ നിറയെ എലികളുടെ ശല്യമായിരുന്നു. മുറ്റം മുഴുവൻ ഉഴുതുമറിക്കുമായിരുന്നു. ഇത് മിസ്റ്റർ ജോസഫാണ് ട്രിവാൻഡ്രത്തു നിന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നത്. പ്രൈങ്കല ചേർന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായി അല്പം വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ കൊണ്ടുവന്ന് തളിച്ച് എലികൾ മാറി പ്രാർത്ഥിച്ച എല്ലാവർക്കും 29/10/2020 അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുണ്ട്. പ്രവർത്തിക്കുന്ന കർത്താവിനായി നന്ദി. തേങ്ങായും വെള്ളക്കയും ഒക്കെ പൊഴിഞ്ഞു പോകുന്ന അസുഖ നിമിത്തം വർഷങ്ങളായിട്ട് വിഷമിക്കുകയായിരുന്നു. തെങ്ങിനെക്കുറിച്ച് ജെസ്സിയാണിത് അറിയിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് അല്പം എണ്ണയെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം, വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം തെങ്ങിൻ്റെയൊക്കെ ചോട്ടിൽ കൊണ്ടൊഴിച്ചു. അന്ന് ആ പ്രശ്നത്തിന് യേശു പരിഹാരം നൽകി. മകളുടെ മുടി കൊഴിയുന്നുണ്ടായിരുന്നു. പ്രൈങ്കല ചേർന്ന് അല്പം എണ്ണയെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം തലയിൽ പുരട്ടി കർത്താവ് അതിനും സൗഖ്യം നൽകി. ഇന്ന് രാത്രി തെങ്ങിനാണെങ്കിലും തലയിലെ മുടി കൊഴിയുന്നതിനാണെങ്കിലും നമ്മെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവന്. ലൂക്കോസ് 1:37 ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഈ രാത്രി നമുക്ക് ഒന്നിച്ച് യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന് അടയാളമായി ആ ശബ്ദം ഉയർത്തി അതങ്ങനെ അങ്ങ് പറയാം, അങ്ങനെ തന്നെ പറയാം. എൻ്റെ യേശുവിന് ഒരു കാര്യവും അസാധ്യമല്ല. എൻ്റെ യേശുവിന് ഒരു കാര്യവും അസാധ്യമല്ല. ലൂക്ക് 1:37 says, with God there is nothing impossible. With God there is nothing impossible. നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ, ഇന്ന് രാത്രി അത്ഭുതകരമായ സൗഖ്യം അവിടെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ക്യാൻസറിന്റെ വിവിധ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. കാഴ്ചശക്തി ഇല്ലാത്തവരുണ്ട്, ചെവി കേൾക്കുവാൻ കഴിയാത്തവരുണ്ട്, വർഷങ്ങളായി തളർന്നു കിടക്കുന്നവരുണ്ട് കർത്താവേ. അസ്ഥി സംബന്ധമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, നട്ടലിനുള്ള കഠിനമായ വേദന നിമിത്തം പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവേ, പലതരത്തിലുള്ള അലർജികൾ നിമിത്തം പ്രയാസപ്പെടുന്നവരുണ്ട്, രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അപ്പോൾ തന്നെ മാനസിക രോഗങ്ങൾ നിമിത്തം വർഷങ്ങളായി പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവേ, പാരമ്പര്യ രോഗങ്ങൾ നിമിത്തം വിഷമിക്കുന്നവരുണ്ട് കർത്താവേ. ഇന്ന് രാത്രി സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Brother Hans, the Spirit of God has enabled us to complete 2,455 days of praying together, praying for ourselves, praying for one another, and again praying for others as a family. And as a result, the Spirit of God is touching multitudes all across the globe. God is a prayer answering God in Jesus. Jeremiah chapter 33 verse number 3 says, call unto me and I will answer you. There are millions of people around the globe who lost their jobs, especially during this season, this time of global pandemic. We want to stand with them in prayer and faith for God to move in their lives. Many are passing through tough situations of life. Jesus will answer them. God will provide for them. Let God's protection be upon them. They are worried mentally, physically, and they're afflicted in every segment of their lives. Let's all pray together. That Bible says, Philippians chapter 4 verse number
19. Do you remember that? My God shall supply all my needs all according to my His riches needs. and glory. Yes, my God shall supply all my needs. My God shall supply all my needs. My God will provide for all my needs. All my needs. I don't have to kill myself, rather trust in the Lord, and He will provide for me. He will protect my family. He will protect me, my children, and the children. The future of my children is so safe in the hands of the living God. Right? Yes. Right. Let's all pray together. And since you have come all the way from Dubai, UAE, you know that what is happening over there. Multitudes are losing their jobs in seconds. അനേകർക്ക് സെക്കൻഡുകൾക്കുള്ളിലാണ് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. What do you think? Let's pray if God will answer for them. Yes, we will pray right now. Yes, let's all pray. നമ്മൾ ഒന്നിച്ച് ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയും ആൻഡ് ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹാൻസ് വില്യംസ് പ്രാർത്ഥിക്കും. Heavenly Father, we just praise and thank you, Lord Jesus, for this evening, O Lord God. As we pray this evening, Lord, for all these people who have been unemployed, Lord Jesus. Yes. People who have lost their jobs right now, O Lord God. I pray, Lord Jesus, you shall open the windows of heaven upon their lives, O Lord God. I pray you shall bless each and every one of these people, O Lord God. Both brothers and sisters, Lord, in Dubai, in India, Lord, in Middle East, O Lord, anywhere around the world, O Lord, I pray Yes. right now, O Lord God. I pray, Lord Jesus, you shall provide the needs of each and every people, O Lord God. I pray for people who have been just graduated, Lord. I pray, Lord Jesus, you shall open the doors for them too, Lord God. You shall provide them with suitable jobs right now, Lord. I pray, Lord God. Heavenly Father, I just prayed like to you, Jesus. I pray, Lord Jesus, we have seen you do miracles earlier. You're doing it right now. You always Yes. will do forever, Amen. Lord God. Amen. Lord, we just lay our hands unto you, self unto you, O Lord God. Lord Jesus, we commit ourselves unto you, O Lord God. We wait for your miracles, Lord. We pray for, Lord Jesus, all your goodness and mercy, Lord, which shall endure in our lives forever, O Lord God. ആമീൻ ആമീൻ. സുമിത്ര, വീണ്ടും നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് തന്നെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അനേക കുടുംബങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്ന അനേക പ്രൈസ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ഹസ്ബൻഡ് ഖത്തറിൽ സോഡിയം കുറഞ്ഞ് പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് കയറി പോയപ്പോഴായിരുന്നു കോവിഡിൽ നിന്നും ഒരു സഹോദരി ഹസ്ബൻഡിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രിയങ്കലാൽ വിളിച്ചു പറഞ്ഞതും ഒരുമിച്ച് പ്രാർത്ഥിച്ചത് ശ്രീമതിരെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പരിപൂർണ്ണ സൗഖ്യം നൽകി ഇപ്പോൾ ജോലിക്ക് പോകുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുള്ള നന്ദി നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഇത് രാജ്കുമാർ വാട്സപ്പിലൂടെ നമ്മെ അറിയിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് ഹെവി ലൈസൻസിന് ടെസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ ടെൻഷനും ഭയമൊക്കെ ആയിരുന്നു. പക്ഷേ പ്രിയങ്കയിൽ ആ വിഷയം പ്രാർത്ഥനയ്ക്ക് അറിയിച്ച ദീപൃതരെ ഒരു ടെൻഷനും കൂടാതെ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുവാനും മാത്രമല്ല ടെസ്റ്റ് പാസ്സാകുവാനും ലൈസൻസ് ലഭിക്കാനും ഇടയായി. ആ സന്തോഷ വാർത്ത പ്രിയങ്കയിൽ നമ്മെ അറിയിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ചതിന് നന്ദി പറഞ്ഞിരിക്കുന്നു. മാനസിക സംഘർഷങ്ങൾ നിമിത്തം രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ വിഷമിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. കർത്താവിൻ്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. തിരുവല്ലയിൽ നിന്നും ഒരു മാതാവാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഹസ്ബൻഡിന് പലതരത്തിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിമിത്തം, ആ മാനസിക സംഘർഷ നിമിത്തം രാത്രിയിൽ വളരെ ഉറക്കമില്ലാതെ വളരെ വിഷമിക്കുന്ന സമയത്തായിരുന്നു പ്രത്യേകിച്ച് ഈ രാത്രിയിൽ നടക്കുന്ന പ്രാർത്ഥനയിലും ആ രാത്രിയിൽ അവർ പതിവായി പങ്കെടുക്കാൻ തുടങ്ങിയ ശ്രീമതിരെ സംഭവിച്ചത്. കർത്താവ് നൽകിയ സമാധാനം അവരുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയുന്നു. ഇപ്പോൾ വളരെ നന്നായിട്ട് അവർക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നു. പ്രാർത്ഥിച്ചോളം നന്ദിയും അറിയിച്ചിരിക്കുന്നു. ഇത് അറിയിച്ചിരിക്കുന്ന ഹസ്ബൻഡ് കോവിഡിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് പോകുന്നതിന് മുൻപായി പ്രിയങ്കയിൽ പ്രാർത്ഥന ചോദിച്ച റിപ്പോർട്ടുകളെല്ലാം നെഗറ്റീവാണ്. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. മകൾക്ക് ഷോൾഡർ പെയിൻ, അപ്പോൾ തന്നെ ബാക്ക് പെയിൻ നിമിത്തം വളരെ വിഷമിക്കുന്ന സമയം വാട്സാപ്പിലൂടെ കൊച്ചുമോനാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്തായിരുന്നു മകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രിയങ്കലാൽ വിളിച്ചു പറഞ്ഞത്. ശ്രീമതിരെ പ്രിയങ്കല ശുശ്രൂഷയിൽ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുത സൗഖ്യം നൽകി എന്ന് അറിയിച്ചിരിക്കുന്നു. നമുക്കൊന്നിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ചിലരൊക്കെയും ശരീരമായി വലിയ പ്രയാസങ്ങളിലെ കടന്നു പോകുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നവർ വിവരങ്ങൾ നമ്മുടെ പക്കൽ വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശാരീരിക മാനസികമായ പ്രയാസങ്ങളിലെ കടന്നു പോകുന്ന ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുമുണ്ട്. അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ച സർജറി നടക്കേണ്ടവരുണ്ട്, മറ്റ് ടെസ്റ്റുകൾക്ക് പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കിഡ്നി സംബന്ധമായ രോഗത്തിലൂടെ ഭാരപ്പെടുന്നവരുണ്ട്, ഡയാലിസിസിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗത്തിലൂടെ പോകുന്നവരുണ്ട്. യേശുവിൻ്റെ സൗഖ്യം ഈ നിമിഷത്തിൽ ആ പ്രിയപ്പെട്ടവർ എല്ലാവരും മേലും വരേണ്ടതിനുവേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന തിരുവചനത്തിലൂടെ കർത്താവ് നമുക്ക് ഉറപ്പ് തന്ന യേശുവിൽ ആശ്രയിച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളുടെ സൗഖ്യത്തിനായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ
സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ മാനസികമായ പ്രയാസങ്ങളുടെ തകർച്ചകളുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പോൾ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ നിമിത്തം വിഷമിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഡയാലിസിസിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഐസിയുവിലായിരിക്കുന്നവർക്ക് വേണ്ടി, വെന്റിലേറ്ററിലായിരിക്കുന്നവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് കർത്താവെ കോമ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം അവരുടെ മേൽ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് കർത്താവെ തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ബുദ്ധി വൈകല്യങ്ങളുടെ, പഠന വൈകല്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് കർത്താവെ വർഷങ്ങളായി മാനസിക രോഗങ്ങൾ നിമിത്തം വിഷമിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം നിമിത്തം വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമീൻ. ജനിച്ച നാൾ മുതൽ പലതരത്തിലുള്ള വൈകല്യങ്ങളുടെ കടന്നു പോകുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ, ആമീൻ, സ്തോത്രം, മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ അങ്ങയുടെ സൗഖ്യം അവർ അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സുനോ, ഇന്ന് രാത്രി പ്രേം കേരളയിൽ അനേക പ്രിയപ്പെട്ടവർ പല സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. തത്സമയം നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ നമ്മൾ ലോകത്തിൻ്റെ ഏതു രാജ്യത്ത് പാർത്താലും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യമുണ്ട്. ഹസ്ബൻഡിന് പല്ലൊന്ന് കടിച്ചു, പിന്നെ ഹോസ്പിറ്റലിൽ പോയി വായൊക്കെ മുറിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. ആ പല്ലെടുത്ത് കഴിഞ്ഞിട്ടും ആ മുറിവ് ഉണങ്ങാതെ വിഷമിച്ചു. അത് പിന്നീട് പ്രയാസത്തിലൂടെ കടന്നുപോയി. അടുത്ത പരിശോധനകൾക്ക് വിധേയനായപ്പോൾ അത് ക്യാൻസർ എന്ന് കണ്ടുപിടിച്ചു. വളരെ തകർന്ന സിറ്റുവേഷനിലാണ് ഇവർ പ്രേം കേരളയെക്കുറിച്ച് അവരുടെ ബന്ധു മുഖേന അറിയുവാനിടയായത്. ചേർന്ന് പ്രാർത്ഥിക്കുവാൻ സഹായിച്ചു. കർത്താവ് ചെയ്തത് അത്ഭുതകരമായ സൗഖ്യത്തെ അദ്ദേഹത്തിന് നൽകിക്കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യം ഈ സീസണിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ശ്രദ്ധയ്ക്കായി നൽകി തന്ന തിരുവെഴുത്താണ്. നമുക്ക് എത്രയോ ജനലക്ഷങ്ങൾക്ക് പ്രേം കേരള കുടുംബത്തിൽ ആ വചനം, എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ ശക്തി അതുപോലെ അനുഭവിപ്പാൻ കഴിഞ്ഞു. വിവാഹ ജീവിതത്തിൽ 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർ ഡൽഹിയിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ്. അവർക്ക് മക്കളില്ലാതെ വിഷമിച്ചു. എല്ലാ ചികിത്സകളും പരാജയപ്പെട്ടു. 2 പേരും മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവരാണ്. ഇവരെ ഡൽഹിയിൽ കുടുംബയോഗം നടക്കുമ്പോൾ ഇവരെ നേരിട്ട് കാണുവാനും ഇടയായിട്ടുണ്ട്. അന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രേം കേരള കുടുംബം ഒന്ന് ചേർന്ന് പിന്നീട് പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി വെച്ചതുകൊണ്ട് നമ്മൾ അതിലും ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ നൽകിക്കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. മകൾക്ക് വിവാഹ ജീവിതത്തിൽ ഒരു ബാങ്ക് എംപ്ലോയിയാണ്. രണ്ടുപേരും ഉയർന്ന ഉദ്യോഗസ്ഥരാ. പണം ഉള്ളതൊക്കെ അവർ 7 വർഷങ്ങൾ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തു. പല ആശുപത്രികളിൽ അവർ ചികിത്സ തേടിയത് ഒരു കുഞ്ഞിനു വേണ്ടി. അതെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് പ്രേം കേരളയിൽ പ്രാർത്ഥിക്കുവാൻ ആ മകളുടെ അമ്മ അറിയിച്ചതും നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. ഒരു ആൺകുഞ്ഞിനെ കർത്താവ് അവർക്ക് നൽകിക്കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. വിവാഹ ജീവിതത്തിൽ ജോയ്സ് അറിയിക്കുന്നത് പന്തളത്തുനിന്ന്, ഇത് 8 വർഷമായിട്ട് വിവാഹ ജീവിതത്തിൽ മക്കളില്ലാതെ വിഷമിച്ചു. കഴിഞ്ഞ 4-ാം തീയതി അത് അറിയിക്കുന്നത് 6/11 എല്ലാം അറിയിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ കർത്താവ് അവർക്ക് നൽകിക്കൊടുത്തു. വിവാഹ ജീവിതത്തിൽ 3 വർഷങ്ങളായിട്ട് മക്കളില്ലായിരുന്നു. ഒരു മകനെ കർത്താവ് നൽകി. സിസേറിയനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ ദൈവം നൽകിക്കൊടുത്തു. ഭാര്യയ്ക്ക് ആക്സിഡൻറ്റ്, സഹോദരൻ്റെ വൈഫിന് ആക്സിഡൻറ്റ് പറ്റി. തലയുടെ മുകൾ ഭാഗം വളരെയധികമായി പ്രയാസത്തിലൂടെ പോയി. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അസാധാരണമായ ദൈവിക സൗഖ്യം അനുഭവിക്കുന്നു. മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ. മൂത്ത മകനും കുടുംബവും വിദേശത്താണ് താമസിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ മക്കളില്ലായിരുന്നു. പ്രേം കേരള ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവർ അന്ന് പ്രേം കേരളയുടെ കുടുംബയോഗം തിരുവല്ലയിൽ നടക്കുമ്പോൾ അവിടെ വന്ന് ഈ വിഷയം അവിടെ പറഞ്ഞു. അന്ന് എഴുതി വെച്ച പ്രാർത്ഥനാ വിഷയമായി ഇത്. ആ കർത്താവ് അതിശയകരമായിട്ട് അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ നൽകി. അന്ന് വന്ന് ബാക്കി പ്രാർത്ഥന വിഷയങ്ങൾ എഴുതുമ്പോൾ അന്ന് അവർ പറഞ്ഞ വിടുതലിൻ്റെ സാക്ഷ്യം, അതിനു മുമ്പ് അവർ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിച്ചു. നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു. ഈ യേശു എത്ര നല്ലവൻ, മതിയായവൻ. നമ്മൾ വായിക്കുന്ന വാക്യം ലൂക്കോസ് 1:37. For with God nothing will be impossible. For with God there is nothing will be impossible. But at the same time, all of us know that we are going through impossibilities every day.
ദൈവവചനം പറയുന്നു, ദൈവത്താൽ ഒന്നും അസാധ്യമായിട്ടില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് അസാധ്യത നിറഞ്ഞ ഒരു മണ്ഡലമാണ്. We cannot think anything positively about our future. ഒന്നും അനുകൂലമായിട്ട് നമുക്ക് ചിന്തിപ്പാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ There is no നേരിട്ടുകൊണ്ടിരിക്കുന്നത്. security for our health, our wealth, our existence even. ഒരു ഹോസ്പിറ്റലിൽ പോലും നമുക്ക് ഒന്ന് പെട്ടെന്നൊന്ന് ഓടിപ്പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു അനുഭവമാണ് നമ്മൾ ഇപ്പോൾ So നേരിട്ടുകൊണ്ടിരിക്കുന്നത്. everywhere there are questions, doubts and confusion. അപ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഒരു ചോദ്യചിഹ്നമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. നാളെ എന്ത്? In spite of all what is happening around us in the world, I just want to remind you, God is our strong refuge and help in the time of trouble. നമുക്ക് നല്ലൊരു അന്തരീക്ഷം നമുക്ക് ചുറ്റും ഇല്ലായെങ്കിൽ പോലും ഇങ്ങനെ പറഞ്ഞ് ധൈര്യപ്പെടുത്തട്ടെ, യേശു കർത്താവ് എപ്പോഴും നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. അതിശയകരമായ ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് ഉണ്ടാകേണ്ടതിന് ഒന്നിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഈ ഒരു സാഹചര്യത്തിൽ കർത്താവെ, പ്രതികൂല കാറ്റുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. എപ്പോഴും ഞങ്ങളുടെ മുൻപിൽ ചോദ്യചിഹ്നം മാത്രം ശേഷിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ കടന്ന് വിശ്വസിക്കുകയാണ്. തീയിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ നീ വെന്തു പോകുകയില്ല. നദിയിൽ കൂടെ നീ കടക്കുമ്പോൾ നദി നിന്റെ മേൽ കവിയുകയില്ല. വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് വാക്ക് പറഞ്ഞ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ ആ പൂർണ്ണത, ആ മഹത്വത്തിന്റെ പൂർണ്ണത ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ പൊരുന്നിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിന്റെ വീര്യം പ്രവർത്തിക്കുന്ന കരം എല്ലാ കുടുംബങ്ങൾക്കും ഇത് വെളിപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. ശ്രീമതി, നമുക്ക് വീണ്ടും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേ നമ്മൾ കേൾക്കുന്നത് പോലെ ലൂക്കോസ് 1:37, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ഇത് കോട്ടയത്ത് നിന്നും ഒരു സഹോദരി അറിയിച്ചത്, ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്ന ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആ ബോധം തിരിച്ചു കിട്ടാതെ വളരെ വിഷമിക്കുന്ന സമയത്തായിരുന്നു ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട് പ്രേം കേരള ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ശ്രീമതി പ്രേം കേരളയിൽ ആ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ആ ബോധം തിരികെ കിട്ടി, പ്രാർത്ഥിച്ചുള്ള നന്ദി നമ്മളെ അറിയിച്ചിരിക്കുന്നു. തീവ്രത പ്രിയങ്കൽ ഇപ്പോൾ തത്സമയ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ ചില നമ്പറുകൾ ലഭ്യമാണ്. അതിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ സാധിക്കും. പകല് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്ത് ആ നമ്പറിൽ വീണ്ടും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അറിയിക്കുവാൻ സാധിക്കും. അപ്പോൾ തന്നെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ലഭ്യമാണ്. വാട്സപ്പ് സൗകര്യമുള്ളവർക്ക് അതിലൂടെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ സാധിക്കും. ഇവിടെ വാട്സപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു. ലീനെ അറിയിച്ചത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് പ്രിയങ്കലയിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ ഇൻ്റർവ്യൂ പാസ്സായി. അടുത്ത അക്ഷത അറിയിച്ചിരിക്കുന്നത് മെഡിക്കൽ ടെസ്റ്റിന് പോകുന്നതിന് മുൻപായി പ്രിയങ്കലയിൽ പ്രാർത്ഥന ചോദിച്ചിരുന്നു. ആ ടെസ്റ്റ് പാസ്സായി. പ്രാർത്ഥിച്ചാൽ എല്ലാവരോടും നന്ദി അറിയിച്ചിരിക്കുന്നു. മരുമകന് മാനസികമായ സമ്മർദ്ദം നിമിത്തം ഓർമ്മ നഷ്ടപ്പെട്ടു. തൃശ്ശൂരിൽ നിന്നും ഒരു സഹോദരിയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്തായിരുന്നു സൗഖ്യത്തിന് വേണ്ടി പ്രിയങ്കലയിൽ നമ്മോട് കൂടെ പതിവായിട്ട് പങ്കെടുക്കുവാൻ തുടങ്ങിയതും പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. ശ്രീപത്രെ, ഒരു കുടുംബമാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, ഒരു പ്രാർത്ഥനാ വിഷയം നമ്മളെ അറിയിക്കുമ്പോൾ അവരുടെ പേര്, അവരുടെ സ്ഥലം, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ഈ ഫോമിനകത്ത് എഴുതിയതിന് ശേഷം ലോകത്തിലുള്ള അനേക കുടുംബങ്ങൾ ഒരുമിച്ച് നമ്മൾ ദൈവകരങ്ങളിലേക്ക് ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് യേശു വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ അറ്റാക്ക് വന്നു ഐസിയുലാക്കിയിരിക്കുന്ന സമയത്ത് അത് പ്രിയങ്കലയിൽ ഷീജ വാട്സപ്പിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചു. ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വാർഡിലേക്ക് മാറ്റി തുടർന്നും പ്രാർത്ഥനയും ചോദിച്ചിരിക്കുന്നു. കുടുംബത്തിലുള്ള എല്ലാവർക്കും കോവിഡ് പോസിറ്റീവായിട്ട് വിഷമിക്കുന്ന സമയം ബോംബെയിൽ നിന്നും ഒരു മാതാവിനത് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്താണ് പ്രിയങ്കലയിൽ ആ കുടുംബത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത്. യേശു പൂർണ്ണ സൗഖ്യം നൽകി എന്ന് അറിയിച്ചിരിക്കുന്നു. അനീത്തിയുടെ ഹസ്ബൻഡിന് കോവിഡ് പോസിറ്റീവായി വളരെ വിഷമിക്കുന്ന സമയത്താണ് വാട്സപ്പിലെ ഷൈനി പ്രാർത്ഥന വിഷയം അറിയിച്ചത്. ഇപ്പോൾ റിപ്പോർട്ട് നെഗറ്റീവായി. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. ശരീരത്തിൽ 2 വർഷമായിട്ട് തടിപ്പുണ്ടായിരുന്നു. പ്രിയങ്കലയിൽ എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് എണ്ണയെടുത്തു, പുരട്ടി പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കിയെന്ന് അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ തത്സമയം നടക്കുന്ന പ്രാർത്ഥനയിലും അല്പസമയം കഴിയുമ്പോൾ നമ്മൾ എണ്ണയും വെള്ളവും ഒക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കും. രോഗികളായിരിക്കുന്നവർ നമ്മുടെ കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചെയ്യുന്ന പ്രിയപ്പെട്ട് ചെയ്യുന്ന കാര്യം, എണ്ണ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണ വെള്ളം ഒക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം രോഗമുള്ള ഭാഗത്ത് ആ എണ്ണ പുരട്ടുന്നു. യേശു ആ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം നൽകി കൊടുക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേശത്തിൻ്റെ സൗഖ്യത്തിന്, നമ്മുടെ രാജ്യങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി
ഈ രാത്രി നമുക്ക് ചേർന്ന് ലോക രാജ്യങ്ങൾ അനുഗ്രഹത്തിനും വിടുതലുമായി ഈ രാത്രി നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ രാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മഹത്വം രാജ്യങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ രാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിനായി ഇന്ത്യക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പോൾ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ജർമ്മനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഐസ്ലൻഡിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ നാമത്തിൽ രാജ്യത്തിന് മേൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇറാഖിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, we pray for Japan, Lord Father, let your kingdom come and let your will be done in Japan. We pray for Malaysia, Father God, let your kingdom come in Malaysia. We pray for Poland and we pray for Australia, Father God, let your will be perfected in these states, oh God. We pray for the United States of America, Father God. Lord, let your will be perfected in America, let your will be perfected in China, Father God. We speak Jehovah Rapha into every nation and continent, Father. We pray for Denmark and France and Belgium, Father God. Let your will be done and let your kingdom come in these nations, Father. We pray for Brazil and Egypt, Father. In the name of Jesus, we bless these nations, Father God. Let your name be exalted in Bangladesh, Father. Let your name be exalted in Finland and in Austria, Father. We pray for Greece, Father God. Let your kingdom come and let your will be done in Greece and in Iran, oh God, Father. We pray for Ireland, Father God. Let your glory fill Ireland and Italy, Lord Jesus, God. We pray for Kuwait and Middle East, Father God. Let your kingdom come in the Middle East, Father God. We pray for Netherlands. We bless her in the name of Jesus. We pray for Norway, Father God. We pray for Amman. Let your presence and let your power be manifested in these nations, Father God. We pray for Pakistan, Lord Father. Let your kingdom come in Pakistan. We pray for South Korea and Russia, Father God. We bless her in the name of Jesus. അതേ കർത്താവ്, ഞങ്ങൾ ഖത്തറിനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്പെയിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൗഖ്യത്താൽ ആ രാജ്യം നിറയപ്പെടുമാട്ടെ. തുർക്കിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ കരുണ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവേ, UK വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, നിന്റെ കർത്താവെ പ്രവൃത്തി ആ രാജ്യത്ത് വെളിപ്പെട്ട് സ്വിറ്റ്സർലൻഡിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൗദി അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെയുള്ള ജനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. UAE നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ആ ദേശത്ത് ആ രാജ്യത്ത് വെളിപ്പെട്ട്. തായ്ലൻഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോ രാജ്യത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേശങ്ങൾ രാജ്യങ്ങൾ സൗഖ്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ അനുഗ്രഹത്താൽ ഓരോ രാജ്യം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. Pastor James, the Spirit of God is touching lives all across the globe as a result of us praying together. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരുപാട് ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് അതേ ലോകത്തിലെമ്പാടും തൊട്ടുകൊണ്ടിരിക്കുകയാണ്. And at the same time, more than we can explain and comprehend, the Spirit of God is working all across the globe. ലോകത്തിലെല്ലായിടത്തും നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. You know, at times we don't see God working directly in front of our eyes. Even when we don't see Him working, God is still working. ഇനി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്കാർക്കും കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവൻ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. He is still on the throne. കാരണം അവൻ തന്റെ സിംഹാസനത്തിൽ തന്നെയാണ്. Everything is in his absolute control. സകലതും ദൈവത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ആ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. This global pandemic has shaken every fiber of humanity in the world. നമുക്കറിയാം, മനുഷ്യനെ മുഴുവനും അവന്റെ സകല നാഡീ ഞരമ്പുകളെ പോലും ഇളക്കിയതായ ഒരു അനുഭവമാണ് ഈ COVID-19 എന്നുള്ള വൈറസ് നിമിത്തം. Everyone under the sky has this question. When we think about our future, how shall it be? ഇപ്പോഴത്തെ ആളുകളുടെ എല്ലാം ഒരു ചോദ്യം ഇതാണ്, ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ലോകത്തിൽ എല്ലാവരും ചോദിക്കുന്നത്. Since global pandemic is raging its war, how shall the future of my children be? എൻ്റെ ഈ ഇത്രയും വലിയൊരു അന്തരീക്ഷത്തിൽ ഈ കോവിഡ് ബാധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ മക്കളുടെ തലമുറയുടെ ഭാവി എന്താകുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. Since millions of people are losing their jobs in 24 hours time, how will I stay in my job? Will my job be safe and secure? ഈ 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു
കാലം കാണുമ്പോൾ ആളുകളുടെ ഉള്ളിൽ ഭയത്തോടെ അവർ ചോദിക്കുകയാണ്, എൻ്റെ ഭാവി എന്തായിത്തീരും? As we find our neighbors are being dead and they don't return to their homes, it would be me tomorrow. അവൻ നമ്മുടെ അയൽപക്കത്തുള്ളവര് മരിച്ചു വീഴുന്നത് കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചിന്തയും ചോദ്യവും ഇനി എൻ്റെ അനുഭവം എന്തായിരിക്കും എന്നാണ്. What's the security of my life? എന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം എന്താണ്? What's the security of my tomorrows? എന്റെ നാളെയുടെ സുരക്ഷിതത്വം എന്താണ്? What is the security of my wealth and health? എന്റെ സമ്പത്തിന്റെയും എന്റെ ആരോഗ്യത്തിന്റെയും സുരക്ഷിതത്വം എന്താണ്? Just on the contrary, we find science and technology is growing so fast, ensuring, guaranteeing every kind of protection to people. നമുക്കറിയാം ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം അതിന്റെ പാരമ്യത്തിലേക്ക് വളർച്ച പ്രാപിച്ചിരിക്കുമ്പോൾ ഈ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുകയാണ്. Those things we thought it would be so safe and secure if we implement it, now it has proved that that was for our utter failure. ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചത് അവയൊക്കെ നമ്മളെ സഹായിക്കും, നമ്മളെ സംരക്ഷിക്കും, നമുക്ക് കരുതലായിരിക്കുമെന്ന് വിചാരിച്ച് അതുപോലും ഇന്ന് നമുക്ക് ബോധ്യമായി ഇതൊന്നും നമ്മെ സഹായിക്കുകയില്ല. There is nothing under the sky that you can keep under lock and key. If you lock it, somebody else will unlock it. നമുക്കറിയാം ഇന്ന് നമുക്ക് എല്ലാം അത് പൂട്ടിവെക്കാനുള്ളതായ സംവിധാനങ്ങളുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ പൂട്ടുന്നു, വേറൊരുത്തൻ തുറക്കുന്നു. Oh, we make everything safe here, somebody else intrude into it. നമ്മൾ എവിടെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒന്ന് സൂക്ഷിച്ച് സുരക്ഷിതമാക്കി വെച്ചു എന്ന് നമ്മൾ ആശ്വസിക്കുമ്പോൾ വേറെ ഒരുത്തൻ എവിടെയോ അത് തുറക്കുന്നു. And there is a universal question that you and I possibly ask even tonight: how shall it be, since it is number 1, number 2, number 3, number 4 recent numbers? ആമേൻ. ഇന്ന് ഒരു സാർവലൗകിക ചോദ്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ള ഒരു ഓരോ അക്കമിട്ട് ആളുകൾ നിരത്തി വെച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ്. Mary had the same question. Luke chapter 1 verse number 34. How shall it be? ഇതേ ചോദ്യം തന്നെ ലൂക്കോസ് 1:34 വാക്യത്തിൽ മറിയയും ചോദിച്ചു. And she was not asking the same question to a man. She was asking to an angel of the Lord. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഒരു മനുഷ്യനോടല്ല മറിയ ചോദിച്ചത്, മറിച്ച് ദൈവത്തിന്റെ ദൂതനോടാ ചോദിക്കുന്നത്. And the same angel has had an answer, a solution for it. അപ്പോൾ തന്നെ മറിയയുടെ ചോദ്യത്തിന് കൃത്യമായ വ്യക്തമായ മറുപടിയും അതേ ആ ദൂതന്റെ പക്കലുണ്ടായിരുന്നു. This is so natural that we ask questions with our friends, our relatives, our dear ones, near ones, and our people in authority everywhere in the world. നമ്മുടെ പ്രിയപ്പെട്ടവരോടും അധികാരത്തിലിരിക്കുന്നവരോടും ലോകത്തിൽ എല്ലായിടത്തും ആളുകളോട് നമ്മൾ സാധാരണ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് ചോദ്യവുമുണ്ട്. How shall it be? എങ്ങനെ ഇത് സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യം. From the day one of our life we keep asking this question, and until we die we keep on asking the same question. നമുക്കറിയാം നമ്മൾ ആ ജനിച്ചു വീഴുന്ന സമയം മുതൽ നമ്മൾ ഇതേ ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. മരിച്ചു വീഴുമ്പോഴും അതേ ചോദ്യത്തോടു കൂടി നമ്മൾ അവസാനിക്കുന്നു. But thank God Mary had this question to an angel who was sent by God of heaven. എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ടതായ ആ ദൂതനോട് മറിയ ഇത് ചോദിച്ചെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. Pastor James, we find in few months time that question had a divine answer and solution. പ്രിയരെ, നമുക്കറിയാം ആ ചോദ്യത്തിന് ഒരു ദൈവികമായ മറുപടിയാണ് അവിടെ തനിക്ക് ലഭിക്കപ്പെട്ടത്. What you need is more than a scientific analytical answer. You need the answer from God of heaven. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ആവശ്യം ഒരു നമ്മുടെ അപഗ്രഥനപരമായിട്ടുള്ള ഒരു ചോദ്യം, അതിന് മറുപടിയുമോ അല്ല നമുക്ക് ആവശ്യം, മറിച്ച് സർവശക്തനായ ദൈവത്തിൽ നിന്നുള്ളൊരു മറുപടിയാണ്. Solution number 1 from that highly esteemed person and professional will not fix your issues, beloved. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം.
ലോകത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ആ വ്യക്തിയിൽ നിന്നായിരിക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ പരിഹാര മാർഗം. Bible says, verse number 34, there was a question, how shall it be? Verse number 37, she received an answer, with God there is nothing impossible. 34-ാമത്തെ വാക്യത്തിൽ അവൾക്കൊരു ചോദ്യമുണ്ടായിരുന്നു. എന്നാൽ 37-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള മറുപടി അവൾ പ്രാപിച്ചു. So let's pray, praying Kerala Worldwide family. Let's focus on God in Jesus to intervene into our situations, whatever it be. ഇന്ന് ഈ രാത്രിയിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രേം കേരള കുടുംബാംഗങ്ങൾ, നമ്മുടെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ സാഹചര്യം ഏത് തരത്തിലുള്ളതുമായിക്കൊള്ളട്ടെ, നമുക്കൊരു മറുപടി ഉണ്ട് എന്നുള്ള ആ പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഞ്ഞപ്പിത്തം കൂടുതൽ, ക്രിട്ടിക്കൽ സ്റ്റേജ്, വെന്റിലേറ്റർ, ഡോക്ടേഴ്സ് കൈവിട്ടു. ഈ സന്ദർഭത്തിൽ പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. വിത്ത് ഗോഡ് ദർ ഇസ് നത്തിങ് ഇംപോസിബിൾ. യേശു അത്ഭുത സൗഖ്യം നൽകി അവർ ക്ഷേമത്തോടെ ഭവനത്തിലായിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയും. കോവിഡ്, ബിക്കോസ് ഓഫ് കോവിഡ് വി ഹാവ് several hundreds of cases where God has intervened to heal people in different parts of the globe when they were battling for life with COVID-19. പ്രാണന് വേണ്ടി ജീവന് വേണ്ടി പോരാടിയ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കേരളം ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ജീവൻ തിരിച്ചു കിട്ടിയ നിരവധി പ്രയർ റിക്വസ്റ്റുകൾ നമ്മുടെ പക്കലുണ്ട്. There were instances even doctors were connecting us on the phone for somebody who were battling for life with COVID-19, and the Lord of heaven has healed that person. അത് മാത്രമല്ല, ഈ മരണാസന്നനായി കിടക്കുന്ന രോഗിക്ക് വേണ്ടി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഡോക്ടർമാരെ പ്രേയിങ് കേരളയിലേക്ക് വിളിച്ച് അവരുടെ ജീവന് വേണ്ടി കേണതായ അപേക്ഷിച്ചതായ കാര്യങ്ങൾ നമ്മുടെ പക്കലുണ്ട്. Because the science that they have learned taught them that with God everything is possible. എന്നാൽ ദൈവത്തിന് സകലവും സാധ്യമെന്ന് അവർ പഠിച്ച ശാസ്ത്രം അവരെ പഠിപ്പിച്ചു കൊടുത്തു. Many doctors have or talked to us the same statement. The science that we study teaches us that with God there is nothing impossible. പല ഡോക്ടർമാരും നമ്മോട് പറഞ്ഞ ഇതാണ്, ഞങ്ങൾ പഠിച്ച ശാസ്ത്രം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് അത് ഞങ്ങളെ പഠിപ്പിച്ചു. The analysis that they have studied, the science that they have studied helped them to believe in a God with whom there is nothing impossible. ഇവിടെ പഠിച്ച പല പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും അവർ മനസ്സിലാക്കിയതും പറഞ്ഞതുമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ പഠിച്ചതായ ശാസ്ത്രം തന്നെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് അവരെ വെളിപ്പെടുത്തി കൊടുത്തു. One of the famous historians of today, I was having a dialogue with him other day, and he said, if you go through the history of the world, you will reach a God with whom there is nothing impossible. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രമുഖ ചരിത്രകാരനുമായി ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രകാരനുമായി സംസാരിച്ചു. ആമേൻ. അദ്ദേഹം മുംബൈയിലാണ്. അദ്ദേഹവുമായിട്ട് സംസാരിച്ച സമയത്ത് താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ചരിത്ര സംഭവങ്ങളെല്ലാം തന്നെ എത്തിച്ചേരുന്നത് ആമേൻ ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള ഒരു ചിന്തയിലേക്കായിരിക്കും. So let's pray. Father, in Jesus' name, we are passing through tough situations, impossible situations, just like Mary, oh God. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ മറിയ തൻ്റെ ജീവിതത്തിൽ എത്തപ്പെട്ടതായ വളരെ വൈഷമ്യം നിറഞ്ഞതായ ഒരു സാഹചര്യത്തിൽ, ദുർഘടമായ സാഹചര്യത്തിൽ എത്തപ്പെട്ടപ്പോൾ അവൾ ചോദിച്ച ചോദ്യത്തിന് പരിഹാരം ലഭിച്ച ആ അവസ്ഥയിൽ നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. We do not know what you are going through. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഏത് അനുഭവത്തിലൂടെ കടന്നു പോകുന്നു എന്ന് അറിഞ്ഞുകൂടാ. Let me encourage you with this statement that with God in Jesus there is nothing impossible. എന്നാൽ പ്രിയരെ, ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, ഒരു കാര്യം ഓർപ്പിക്കുന്നു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. Let's pray as a token of our faith and trust in God. Would you stand with us and lift your holy hands to the Lord in prayer? ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ അടയാളമായി നിങ്ങളായി ഇരിക്കുന്ന ഇരിപ്പിൽ ഒന്ന് എഴുന്നേറ്റുന്നുകൊണ്ട് ആ കൈകൾ ദൈവസന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. Lord Jesus, I need you. പ്രിയ കർത്താവേ,
എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. Lord Jesus, abide in me. യേശു കർത്താവേ, എന്നിൽ വസിക്കണം. Lord Jesus, bless me. യേശുവേ, എന്നെ അനുഗ്രഹിക്കണം. Lord Jesus, heal me, oh God. യേശുവേ, എന്നെ സൗഖ്യമാക്കണം. Lord Jesus, make me a blessing to others, oh Lord. എന്റെ കർത്താവേ, മറ്റുള്ളവർക്ക് ഞാൻ ഒരു അനുഗ്രഹമാക്കി എന്നെ Lord തീർക്കണം. Jesus, help me that I will fulfill the destiny and the purpose of my life, Lord. പ്രിയ കർത്താവേ, എന്നെ കുറിച്ച് അങ്ങ് എന്താണോ എഴുതി വച്ചിരിക്കുന്നത് ആ ഉദ്ദേശം മുഴുവനും, ആ ലക്ഷ്യം മുഴുവനും പൂർത്തീകരിക്കപ്പെടുവാൻ എന്നെ സഹായിക്കണം. As we pray together, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഓരോ കുടുംബങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അസാധ്യമായ പല മേഖലകളുടെയും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അത് രോഗമാകാം, സാമ്പത്തിക തകർച്ചയാകാം, കുടുംബത്തിന് തകർച്ചകളിലൂടെ ആകാം കർത്താവേ. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യതകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവമഹത്വവും കർത്താവേ ഇപ്പോൾ ആ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറിയ ചോദിച്ചതുപോലെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചതിന് ദൈവത്തിന് ഒരു കാര്യവും സാധ്യമല്ല എന്ന് ദൈവവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അസാധ്യതകളുടെ നടുവിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമായി തീരട്ടെ, കുടുംബത്തിന്റെ തകർച്ചകൾ മാറട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ വഴി കർത്താവേ, മേഖലകൾ അടഞ്ഞു കിടക്കുന്നവരുണ്ട്, ഇപ്പോൾ തന്നെ വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോ കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതേ കർത്താവ് യേശുവേ, നീ ഞങ്ങളിൽ വസിച്ച് നീ ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങ് ഞങ്ങളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Amen. So now we are going to pray for women folks in the world. ലോകത്തിലെ സ്ത്രീകൾക്കായി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയി. ആകാശത്തിൻ്റെ കീഴിൽ ഒരു സ്ത്രീ എവിടെ പാർക്കുന്നു എങ്കിലും, ചിലർ കാട്ടിലാകാം, ചിലർ നാട്ടിലാകാം, ചിലർ ഉയർന്ന സ്ഥാനങ്ങളിലാകാം, ചിലർ താഴ്ന്ന സ്ഥാനങ്ങളിലാകാം. ആ സാഹചര്യത്തിന് അതീതമായിട്ട്, അവരുടെ യോഗ്യതയ്ക്ക് അതീതമായിട്ട് അവരെ സ്നേഹിക്കുന്ന യേശുവാൽ ഓരോ സ്ത്രീയും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കും. ഇതിനുശേഷം നമ്മൾ ഓരോ പുരുഷനും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ അബ്രഹാമിക് കവനന്റ് ആൻഡ് ബ്ലെസ്സിങ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പുരുഷന് വേണ്ടി മാത്രമുള്ളത് എന്ന് അവിടെ അർത്ഥമാക്കുന്നില്ല. അത് എഴുതിയിരിക്കുന്നതും ദൈവം പറഞ്ഞിരിക്കുന്നതും മുഴുവൻ സകല മനുഷ്യർക്ക് വേണ്ടിയും ഉള്ളത്. അതിനകത്ത് ഓരോ സ്ത്രീയുമുണ്ട്, ഓരോ പുരുഷനുമുണ്ട്. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ബൈബിൾ വ്യക്തമാക്കുന്നു, സ്ത്രീയുടെ അനുഗ്രഹത്തെ ബൈബിൾ വ്യക്തമാക്കുന്നു. ഓരോ സ്ത്രീയും ദൈവം അവരെ സൃഷ്ടിച്ച ഉദ്ദേശം പൂർത്തീകരിക്കുന്ന സ്ത്രീ ആകണമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ തിരുവെഴുത്ത് അവരെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ ഇന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പലരും ആ നിലയിൽ അല്ല, പലർ വിഷമഘട്ടങ്ങളിലൂടെ പോകുന്നുണ്ട്, പലർ അവർക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്, പലർക്കും ഇങ്ങനെ അവരെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർക്ക് അറിയത്തില്ല, എങ്ങനെയൊക്കെയോ അവർ ആയി പോകുന്നു. എന്നാൽ ഈ രാത്രി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അത്യുന്നതന്റെ ശക്തി നിഴലിടും. ആ നിഴലിടും എന്ന പദം ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പോൾ ഈ ഷോൾ ഇട്ട് മൂടുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് ബ്രൂഡ് ഓവർ അങ്ങ് മൂടി മറയ്ക്കുന്ന അവസ്ഥയ്ക്ക് ആ നിഴലിടും എന്ന പദം ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഓരോ സ്ത്രീയും അവർ ചിലർക്ക് തെരുവിലായിരിക്കാം, ചിലർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കാം, എവിടെയും ആകട്ടെ, പക്ഷെ അവിടേക്ക് അവരുടെ മേൽ പൊരുന്നിറങ്ങാൻ കഴിയുന്ന ഇഷ്ടപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. അവിടുന്ന് ജീവിതങ്ങളെ അനുഗ്രഹിക്കും. ഓരോ സ്ത്രീയും അനുഗ്രഹിക്കപ്പെടും. നാം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ലോകത്തിലുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏതു ദേശത്തിനു വേണ്ടിയാണ് കർത്താവ് ഒരു പെൺപൈതലിനെ ഈ ഭൂമിയിൽ അയച്ചത്, അതിൻ്റെ ഉദ്ദേശം കർത്താവേ ഓരോരുത്തരിലും കൂടെ കർത്താവ് പൂർത്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ജഡത്തിന്റെ മേലും അന്ത്യകാലത്തിന്റെ ആത്മാവിനെ പകരുമെന്ന് വാക്കു പറഞ്ഞ യേശുവേ, ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ സ്ത്രീയുടെ മേൽ ആ വാഗ്ദത്തം നിറവേറട്ടെ. പരിശുദ്ധാത്മാവ് ഓരോ സ്ത്രീകളുടെ മേൽ പൊരുന്നിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പാപവഴികളിൽ നടക്കുന്ന സ്ത്രീകൾ കർത്താവേ, അവർ യേശു ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം, അവർ നീതി പാതകളിലേക്ക് തിരിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ്
അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, സഹായം ലഭിക്കാതെ ഒരു തുണയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. യേശുവേ, അങ്ങനെയുള്ളവർക്ക് യേശു കർത്താവ് ഏറ്റവും അടുത്ത തുണയെന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ഫിസിക്കൽ അബ്യൂസിൽ കൂടെ കടന്നു പോകുന്ന ഭാര്യമാരുണ്ട് കർത്താവേ. ഭർത്താക്കന്മാരുടെ മർദ്ദനം നിമിത്തം, മദ്യപാനം നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവരുടെ കുടുംബ ജീവിതത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. മദ്യപാനികൾ രക്ഷിക്കപ്പെടട്ടെ കർത്താവേ. യേശുവേ, അങ്ങയാൽ അസാധ്യമായതൊന്നുമില്ല. ഇന്ന് പകൽ കർത്താവേ, ആൺമക്കളുടെ പീഡകൾ സഹിക്കുന്ന അമ്മമാരുണ്ട് കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടി പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ടീനേജേഴ്സ്, ഞങ്ങളുടെ യുവതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗീയ സംരക്ഷണം കർത്താവ് നൽകി കൊടുക്കണം. ഇന്ത്യയിൽ കർത്താവേ, റേപ്പ് മുതലായ സ്ത്രീ സമൂഹത്തിനെതിരെയുള്ള എല്ലാ കറപ്ഷൻസും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഇന്ത്യയിൽ നിന്നും മാറിപ്പോകട്ടെ. പ്രാർത്ഥിക്കുന്ന സ്ത്രീ സമൂഹം ഞങ്ങളുടെ ഭാരതത്തിൽ നിന്നും ലോക രാജ്യങ്ങളിൽ നിന്നും എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു. ചേർന്ന് പ്രാർത്ഥിക്കണം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന അബ്രഹാമിക് കവനൻ്റ്, ആ അബ്രഹാമിൻ്റെ ഉടമ്പടിയിൽ ഉള്ള അനുഗ്രഹങ്ങൾ, 3 ഉടമ്പടി, 3 വ്യവസ്ഥകൾ, 6 അനുഗ്രഹങ്ങൾ, അതാണ് അതിനകത്ത് കാണുന്നത്. 6 അനുഭവങ്ങൾ നമ്മുടെ 12 മേഖലകളെ, ഈ സോ ലൈഫിൻ്റെ എല്ലാ മേഖലകളും എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹങ്ങളാണ് ദൈവം ഓരോ പുരുഷന് വേണ്ടിയും കണ്ടിരിക്കുന്നത്. പ്രേയിങ് കേരളയിൽ നമ്മൾ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങൾ, 2455 ദിവസങ്ങൾ നമ്മൾ പിന്നിടുമ്പോൾ എത്രയോ ലക്ഷം ആണുങ്ങൾ, പുരുഷന്മാർ അല്ലേ, മെയിൽ ഫോക്സ് അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ കഴിഞ്ഞു. ബ്രദറെ, എന്നെ മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ചതിന് നന്ദി, രക്ഷപ്പെടുത്തിയതിന് നന്ദി എന്നൊക്കെ നമ്മുടെ കുടുംബയോഗമൊക്കെ നടക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഓടി വന്ന് പിടിച്ച്, ചാടിക്കയറി വന്ന് കെട്ടിപ്പിടിച്ച് ഒക്കെ അവർ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെയും നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് കൗൺസിലിംഗ് സെൻറ്ററിലൊക്കെ പോയി ഒരുപാട് മദ്യത്തിൽ നിന്ന് വിമോചനം കിട്ടേണ്ടതിനുള്ള ചികിത്സകളൊക്കെ തേടി, എന്നിട്ടും അതിൽ കൊണ്ടിരുന്ന അവസ്ഥ, അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ, പുകവലി നിമിത്തം പുകവലിക്കാൻ പറ്റിയില്ലെങ്കിൽ വിറയ്ക്കുന്ന സിറ്റുവേഷനിലൂടെയൊക്കെ പോയവരെയൊക്കെ യേശു വിടുവിക്കുന്ന, ഭാര്യ ഉപദ്രവിക്കുന്ന, ഭർത്താവിനെ ഉപദ്രവിക്കുന്ന, മക്കളെ ഉപദ്രവിക്കുന്ന, കൂടെ ഉള്ള ജോലിക്കാരെ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന മറ്റുള്ളവർ, കൂട്ടുപ്രവർത്തകർ, അവർ കഷ്ടപ്പെടുന്നത് കാണുന്നതിൽ സന്തോഷിച്ചുകൊണ്ടിരുന്ന എത്രയോ ഉദ്യോഗസ്ഥർ അവർ തന്നെ നേരിട്ട് വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബൈബിൾ വ്യക്തമാക്കുന്നത് യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ അവൻ യഥാർത്ഥ സ്വതന്ത്രൻ. അവർ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനൊരു അനുഗ്രഹമാണ്, ഇപ്പോഴാണ് ഞാനൊരു അനുഗ്രഹമായത്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹം മാത്രമല്ല, ഇപ്പോൾ എൻ്റെ അടുത്ത് ജോലി, പലരും നേരത്തെ കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രയാസമില്ല, പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പലരും പറഞ്ഞ വിഷയങ്ങളാണ്. അപ്പോൾ കൈക്കൂലിയൊക്കെ വാങ്ങുമായിരുന്നു. കൈക്കൂലി വാങ്ങിയാലും ചെയ്തു കൊടുക്കത്തില്ല, അന്നേരം ഒപ്പിട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ എന്നാലും ഞാനൊരു 2 കൊല്ലമല്ലോ അവരെയൊക്കെ നടത്തുമായിരുന്നു. അപ്പോൾ അവർ നടക്കുന്നതും കഷ്ടപ്പെടുന്നതും എൻ്റെ ഒരു സന്തോഷമായിരുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു എന്ന് ചുരുക്കി പറഞ്ഞാൽ, ഓരോ ആണും അനുഗ്രഹിക്കണം. ആകാശത്തിൻ്റെ കീഴിൽ കാട്ടിലോ നാട്ടിലോ ഒരു ആണ് ഉണ്ട് എങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെടണം. വേണ്ടേ സിനുപതരെ? അതെ സാമ്പ്രദായം. നമ്മൾ ഇന്ന് 2455-ാമത്തെ ദിവസം നിൽക്കുമ്പോൾ നമ്മൾ പല പ്രിയപ്പെട്ടവരും നേരിട്ട് കേൾക്കാൻ തുടങ്ങിയത്, പ്രിയങ്കെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിത ശൈലിക്ക് തന്നെ മാറ്റം. ഒന്ന്, അവർ പ്രാർത്ഥിക്കുന്നവരായി തീർന്നു. മാത്രമല്ല അവരെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ, കർത്താവായ യേശുവേ, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഓട്ടോ ഓടിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇന്ന് എൻ്റെ വാഹനത്തിൽ കയറുന്നവർ ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണോ പോകുന്നത് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറണം. ഓട്ടോ ഓടിച്ച് കൂലി കിട്ടും മാത്രമല്ല, അത് അവരുടെ ആവശ്യം നിറവേറണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയമുണ്ട്. ഡോക്ടേഴ്സ് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ രോഗികളെ നോക്കും, ദൈവമേ ഇന്നത്തെ ഈ രോഗിയെ അങ്ങ് സൗഖ്യമാക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ജനം എഴുന്നേൽക്കുമ്പോൾ കർത്താവ് സകല മേഖലകളിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരും. നമ്മുടെ കുടുംബയോഗ
കുടുംബയോഗം നടക്കുന്ന വേളകളിൽ എൻ്റെ അടുത്ത് ആൾക്കാർ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ വരുന്ന സന്ദർഭങ്ങളിൽ പലരും പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിൽ ഒരു സാക്ഷി ഇപ്പോൾ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ആളിൻ്റെ പേരും ഒന്നും പറയാതെ പറയും. അദ്ദേഹം ഈ പ്രാർത്ഥിക്കും, കർത്താവായ യേശുവേ എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. പക്ഷേ അദ്ദേഹം ഒരു ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുഴുവൻ കൈക്കൂലിക്കകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വിഷയത്തിൻ്റെ മേലെ അദ്ദേഹത്തിൻ്റെ ടേബിളിലേക്ക് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് കൈ ഇങ്ങനെ നീട്ടുമ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനൊരു ചോദ്യം, യേശു എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കിതെങ്ങനെ എടുക്കാൻ പറ്റുന്നത്? അദ്ദേഹം പറഞ്ഞ വാചകം, അന്നതിന് ശേഷം അദ്ദേഹം എന്നെ കാണുന്ന ദിവസം വരെ അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. സോ സിനിമ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നമ്മളുടെ പ്രേയിങ് കേരള ശുശ്രൂഷ, ഇതൊരു ഓർഗനൈസേഷൻ അല്ല, ഇതൊരു സംഘടനയല്ല, ഇത് 4 കാലിൽ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി മാത്രമാണ്. ഇതിൽ ആരൊക്കെയുള്ളത്? താങ്കളുണ്ട്, നമ്മളുണ്ട്, ഒരു കുടുംബമാണ് ഇതിനകത്ത് ഉള്ളത്. നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദിസ് ഈസ് ഹാബിറ്റ് ഫോമിങ് പ്രേയർ. നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിയെടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ ഉണ്ട് പ്രേയിങ് കേരളയിൽ. ഒന്ന്, പ്രധാനമായിട്ടും പ്രാർത്ഥനയിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് നമ്മൾ ജോലി തീർക്കുകയല്ല, പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപാകെ പ്രാർത്ഥന അർപ്പിക്കുന്നത് ദൈവത്തെ മഹത്വമായിട്ട് അർപ്പിക്കുന്നത്, ജോലി തീർക്കുകയല്ല, ഉത്തരവാദിത്വം തീർക്കുകയല്ല. 2, ആരാധന നമ്മൾ അർപ്പിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ് നമുക്കെന്ത് തന്നു എന്നത് സ്തുതി പറയുന്നത് ഒരു ഭാഗമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ആരാധന, അവൻ ആരെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ നാമത്തിന് നന്ദി അർപ്പിക്കുക. ഹല്ലേലൂയ എന്ന പദം താങ്കൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒരു എറ്റിമോളജിക്കൽ ഒറിജിൻ അതിനെ കാണാൻ പറ്റത്തില്ല. പദങ്ങളെക്കുറിച്ചുള്ള പഠനശാസ്ത്രമാണല്ലോ എറ്റിമോളജി. അതിനകത്ത് ഒരു ഉത്ഭവം ഈ വേർഡിന് നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള മറ്റൊരു പദമാണ് സയോൺ, ZION. അതിനും ഉത്ഭവമില്ല. മാനുഷിക തലത്തിൽ ഈ വാക്കുകൾക്കൊന്നും ഉത്ഭവത്തെ കാണാൻ പറ്റുന്നില്ല. ഇപ്പം ചൊറിയുക എന്ന ഒരു പദം നമ്മൾ മലയാളത്തിൽ എടുത്താൽ, സിനിമതരം പദം നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഭാഷാഭൂഷണി ഒത്തിരി സംവിധാനങ്ങൾ നമുക്കുണ്ട്, ബുക്കുകളൊക്കെ നമുക്കുണ്ട്. അതിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് എവിടെയാണ് തുടങ്ങിയത്, ആദ്യം എവിടെ തുടങ്ങി, എങ്ങനെ ഈ വാക്ക് വന്നത്? പക്ഷേ ഈ പറഞ്ഞ വാക്കുകൾക്ക് അങ്ങനെയൊന്നുമുള്ള തുടക്കങ്ങളൊന്നുമില്ല. ദിസ് ഈസ് ടോട്ടലി ഫ്രം എ ഡിഫറെൻറ്റ് വേൾഡ്, ഫ്രം ദ ത്രോൺ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സംവിധാനത്തിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ആ സിംഹാസനത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളത്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ പാടുമ്പോൾ നാം കർത്താവിനെ മഹത്വപ്പെടുത്തുക. വീണ്ടും നമ്മൾ ദൈവ തിരുവെഴുത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നത്, പഠിക്കുന്നത്, അനുഭവിക്കുന്നത്? വിശ്വസിച്ച് നമ്മുടെ കൈയുടെ വേദന മാറാൻ വേണ്ടി മാത്രമല്ല, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രതിഫലിപ്പിക്കുവാൻ. ഇന്നു രാത്രി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ പുരുഷനും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതായ ആ കർത്താവെ വിഷയം പോലെ ഞങ്ങൾ പുരുഷ സമൂഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഒരു പുരുഷനെ സൃഷ്ടിച്ച് അതേ കർത്താവെ അവനെ അനുഗ്രഹിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചിട്ട് കർത്താവെ നീ അവനെ അനുഗ്രഹിച്ചു എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ അബ്രഹാമിൻ്റെ ആ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ഞങ്ങൾക്ക് ജാതികളായി ഞങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ പുരുഷ സമൂഹത്തിന് വേണ്ടി, കൊച്ചു ആൺകുട്ടികൾക്ക് മുതൽ കർത്താവെ സ്തോത്രം ചെയ്യുന്നു, പ്രായമുള്ളവർക്ക് വേണ്ടി വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, കുടുംബത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, വിദേശത്തായിട്ടുള്ളവരുണ്ട്. കർത്താവെ, അവരെല്ലാവരും തങ്ങൾക്ക് ദൈവം നൽകിയതായ ആ വലിയ ആയുസ്, സ്തോത്രം, സൃഷ്ടാവിന് വേണ്ടി ജീവിക്കുവാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുരുഷ സമൂഹത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, കുടുംബത്തിൽ അത് മദ്യപാനത്തിലൂടെ മറ്റു പ്രയാസങ്ങളിലൂടെ ഒക്കെ കഷ്ടപ്പെടുത്തുന്നതായ ആളുകളുണ്ട്. അവർക്കൊരു വലിയ മാനസാന്തരം കർത്താവ് നൽകണമേ. കർത്താവേ സ്തോത്ര, സമാധാനപൂർണമായ ഒരു ജീവിത ശൈലി അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രജകളെ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരൊരു അനുഗ്രഹമായി തീരട്ടെ. അവർ കുടുംബത്തിൻ്റെ തലവന്മാരായി തീർന്ന് ദൈവത്തെ
മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സാമ്പ്രദായ തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെയും പ്രൈം കേരള ശുശ്രൂഷ ഹാർവസ്റ്റ് TV-യിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയമായിട്ടുണ്ട്. അതുകൂടാതെയാണ് എല്ലാ ദിവസവും രാത്രിയിൽ 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെയും യൂട്യൂബിലൂടെയും ഈ പ്രാർത്ഥന ലോകരാജ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ തത്സമയ പ്രാർത്ഥനയും ആരാധനയും നടക്കുമ്പോഴെല്ലാം നമ്മൾ അല്പം എണ്ണയും വെള്ളവും ഒക്കെ എടുത്തു വെച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നമ്മളെ കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരും അവരുടെ ഭവനങ്ങളിൽ എണ്ണയും വെള്ളവും ഒക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന ഡോക്യുമെൻസുകൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ, വീടിൻ്റെ, ഓഫീസിൻ്റെയൊക്കെ കീ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. മാത്രമല്ല അവർ കഴിക്കുന്ന ആഹാരം, കഴിക്കാനുള്ളത് ആഹാരം ഒക്കെ എടുത്തു വെച്ച് അതെടുത്ത് വെച്ച് അതൊക്കെ അവർക്ക് അനുഗ്രഹത്തിനും സൗഖ്യത്തിനും കാരണമായി മാറുന്നു. മകൾക്ക് 9 വർഷമായിട്ട് വിവാഹ ജീവിതത്തിൽ മക്കളില്ലായിരുന്നു. പ്രൈങ്കലെ ചേർന്ന് പ്രാർത്ഥിച്ചു, അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ ദൈവം നൽകി. അടുത്ത ഭവനത്തിലെ കുടുംബത്തിൽ 4 വർഷം അവരുടെ വിവാഹ ജീവിതത്തിൽ മക്കളില്ലായിരുന്നു. ദൈവം അവരെയും അനുഗ്രഹിച്ച ഒരു ആൺകുഞ്ഞിനെ നൽകി. അനുജത്തിക്ക് 3 വർഷങ്ങളായി വിവാഹം നടത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നെങ്കിലും വിവാഹ കാര്യം വരുമ്പോൾ തടസ്സമായിരുന്നു. പ്രൈങ്കലെ ചേർന്ന് പ്രാർത്ഥിച്ചു, അതിനും കർത്താവ് മറുപടി നൽകി കൊടുത്തു. ഇത് പെരുമ്പാവൂരിൽ നിന്ന് ജയ അറിയിച്ചത് ഇങ്ങനെയാണ്: ചേച്ചിയുടെ മകന് BP കൂടുതൽ, അപ്പോൾ തന്നെ ക്രിയാറ്റിനും കൂടുതൽ. ഈ സമയത്ത് അവർ എണ്ണയും വെള്ളവും ഒക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച ആ മകൻ അത് ഉപയോഗിക്കാൻ കൊടുത്തു. ഇപ്പോൾ എല്ലാം നോർമൽ എന്ന് അറിയിച്ചിരിക്കുന്നു. രാത്രി നമ്മൾ ഒന്നിച്ച് രോഗസൗഖ്യത്തിനായി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗത്താൽ വിഷമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. അവർ കരങ്ങളെടുത്തിരിക്കുന്ന എണ്ണ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. രോഗമുള്ള ഭാഗത്ത് അത് പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത സൗഖ്യം അവിടെ സംഭവിക്കട്ടെ. ആമീൻ. വെള്ളം കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. ആ വെള്ളം പ്രാർത്ഥിച്ച് കുടിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആരോഗ്യവും ബലവും സമാധാനവും ഉണ്ടാകട്ടെ. കൃഷിയിടങ്ങളിൽ തളിക്കുമ്പോൾ കർത്താവെ നല്ല വിളവുകൾ അവർക്ക് ലഭിക്കട്ടെ. ആമീൻ. അതുപോലെ ഡോക്യുമെന്റ്സുകൾ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. ആഹാര സാധനങ്ങൾ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് കൃഷിയിടങ്ങളിൽ. ആമീൻ. സ്തോത്രം. നല്ല വിളവുകൾ അത് കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സമൃദ്ധിയും അനുഗ്രഹവും ഓരോ കുടുംബത്തിലും വെളിപ്പെടട്ടെ. അവിടുന്ന് അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു. പകലിലും രാത്രിയിലും നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ പരിപാലിക്കുന്ന, ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന ഈ യേശു എത്ര നല്ലവൻ. ഗ്ലോബൽ പാൻഡമിക് എന്നാ പറയുന്നത്, മഹാമാരി ലോകത്തെ നശിപ്പിക്കുമ്പോഴും നമ്മെ പരിപാലിക്കുവാൻ ഈ യേശു മതിയായവന്. ആകയാൽ യേശുവിൽ തന്നെ ആശ്രയിക്കുക. താങ്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് നിറവേറ്റി തരും. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. കഴിഞ്ഞ 12 മണിക്കൂർ നമ്മൾ എഴുതിയെടുത്തത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുമായ ഓരോ വിലപ്പെട്ട വ്യക്തിയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ഉറക്കമില്ലാത്തവർക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറക്കമുണ്ടാകേണ്ടതിന് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാണ് കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന. ഈ വിഷയത്തിനെല്ലാം അത്ഭുതമായി മറുപടി നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി ഉറങ്ങേണ്ട സമയത്ത് എല്ലാവർക്കും സുഖകരമായി കടന്നുറങ്ങുവാൻ, സമാധാനത്തോടെ കടന്നുറങ്ങുവാൻ അങ്ങ് സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. സഹോദരന്റെ ഭാര്യയുടെ അമ്മ വെന്റിലേറ്ററിലായിരുന്നു. പ്രൈങ്കലെ ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ സൗഖ്യത്തോടെ അവർ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. യേശു നമ്മോടുകൂടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും ലോകരാജ്യങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Let the face of the Lord shine upon everyone. May the hand of the Lord be upon everyone. യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരെയും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാൽ, ഭൂമിയിലെ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യത്തെ, നിറവിനെ, നന്മയും ഓരോരുത്തരിലേക്കും ഞങ്ങൾ കൊണ്ടുവരുന്നു. അനുഗ്രഹീതരാകട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ പിതാവേ. യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ചേർന്ന് യേശുവിന്റെ